ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു സനാസ് എജു ടിപ്സ്. നമ്മുടെ കേറ്റിട്ട് എക്സാം എല്ലാം ആവാറായി. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ തന്നെ പഠിച്ച് മുന്നോട്ട് പോവുക. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു കുഞ്ഞ് മോക്ക് ടെസ്റ്റാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വെച്ചിട്ടുള്ള മോക്ക് ടെസ്റ്റാണ്. അപ്പോൾ കേറ്റിട്ട് ഏപ്രിൽ 2024 ചോദിച്ച ക്വസ്റ്റ്യൻസും അപ്പോൾ അതിൽ കുറച്ച് കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിന് കണക്റ്റഡ് ഫാക്ട്സും കൂടി ഉൾപ്പെടുത്തിയ ഒരു മോക്ക് ടെസ്റ്റാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എക്സാമിന് യൂസ്ഫുൾ ആവും കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ ഫസ്റ്റ് ക്വസ്റ്റിനോട്ട് പോകണം. അപ്പോൾ മാക്സിമം ഒരു മോക്ക് ടെസ്റ്റ് പോലെ നിങ്ങൾ ഒറ്റയ്ക്ക് സ്വന്തമായിട്ട് അറ്റൻഡ് ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് എത്ര മാർക്ക് കിട്ടി എന്നുള്ള കാര്യങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എമംഗ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് വിച്ച് ഈസ് ട്രൂ റിലേറ്റഡ് ടു ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ്. ഭാഷാ വികാസത്തെക്കുറിച്ച് ശരിയായ പ്രസ്താവന ഏത്? അക്കോർഡിംഗ് ടു ചോംസ്കി, ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് ഈസ് ഇൻസ്റ്റിങ്ക്റ്റീവ്. ചോംസ്കിയുടെ അഭിപ്രായത്തിൽ ഭാഷാ വികാസം സഹജമായ കഴിവാണ്. ബ്രൂണർ എംഫസൈസസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് സോഷ്യൽ ഇൻറ്ററാക്ഷൻ ഫോർ ലാംഗ്വേജ് ലേണിംഗ്. ഭാഷാ വികാസത്തിൽ സാമൂഹിക സമ്പർക്കത്തിൻ്റെ പ്രാധാന്യത്തിന് ബ്രൂണർ ഊന്നൽ നൽകുന്നു. ഓപ്ഷൻസ് വായിക്കാം. ഓൺലി വൺ ഈസ് ട്രൂ, ഒന്ന് മാത്രം ശരി. ദെൻ രണ്ട് മാത്രം ശരി. ഒന്നും രണ്ടും തെറ്റ്, ഫോൾസ് എന്നുള്ളത്. ദെൻ ഒന്നും രണ്ടും ശരി എന്നുള്ളതാണ് ഓപ്ഷൻസ്. അപ്പോൾ ആദ്യം നമുക്ക് ആൻസർ പറയാം, എന്നിട്ട് നമുക്ക് എക്സ്പ്ലനേഷനോട്ട് പോകാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്, ആൻസർ കിട്ടിയോ? ആൻസർ എന്ന് പറയുന്നത് ആൻസർ ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ഒന്നും രണ്ടും ശരി. അപ്പോൾ കുറച്ച് പേര് കൺഫ്യൂഷൻ ആയിട്ടുണ്ടാവും, എന്ത് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാവാൻ കാരണം എന്ന്. അപ്പോൾ മിക്കവാറും നമ്മൾ വൈഗോട്സ്കി ആണ് നമ്മുടെ സോഷ്യൽ ഇൻട്രാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ നമ്മൾ മനസ്സിലാക്കി വെച്ചേക്കുന്നത് അല്ലേ. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ നോക്കൂ, ബ്രൂണർ എംഫസൈസസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് സോഷ്യൽ ഇൻറ്ററാക്ഷൻ ഫോർ ലാംഗ്വേജ് ലേണിംഗ്. അപ്പോൾ ലാംഗ്വേജ് ലേണിംഗ് ആണ് കേട്ടോ. ഭാഷ വികാസത്തിൽ സാമൂഹിക സമ്പർക്കത്തിൻ്റെ പ്രാധാന്യത്തിന് ബ്രൂണർ ഊന്നൽ നൽകുന്നു എന്ന് പറയുന്നത് ശരിയായ പ്രസ്താവന തന്നെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് മിക്കവാർക്കും എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ ഇല്ലാണ്ട് തന്നെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ശരിയാണെന്ന് പറയാം. കാരണം നമ്മൾ ചോംസ്കിയുടെ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് ബന്ധപ്പെട്ട് പഠിക്കുന്ന കാര്യമാണ്. നമ്മൾ LAD ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് എല്ലാം നമ്മൾ പഠിക്കുന്നത് കൊണ്ട് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് അങ്ങനെ ഒരു കൺഫ്യൂഷൻ ആവാൻ സാധ്യതയില്ല. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, നമ്മൾ ഒന്ന് കൺഫ്യൂസ്ഡ് ആക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് ആണ് അല്ലേ. അപ്പോൾ നോക്കൂ, ഇതിൽ ഒന്നും രണ്ടും ശരി തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഈ നോം ചോംസ്കിയുടെ LAD ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ, അതേപോലെ തന്നെ ഈ പറഞ്ഞ പോലെ LASS. അപ്പോൾ അറിയാത്തൊരു ന്യൂ ഇൻഫർമേഷനാണ്, ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ലാംഗ്വേജ് അക്വിസിഷൻ സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്നത് LASS എന്നാണ് ഷോർട്ട് ഫോം വരുന്നത്. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നമ്മുടെ ബ്രൂണർ ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ LAD പോലെ തന്നെ ഇവിടെ ബ്രൂണറുടെ ഒരു കൺസെപ്റ്റാണ്. അക്കോർഡിംഗ് ചെയ്ത് നമ്മുടെ ലാംഗ്വേജ് അക്വിസിഷൻ ഭാഷ വികാസവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നൊരു സംഭവമാണ് LASS എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ബ്രൂണർ ഇൻട്രൊഡ്യൂസസ് ദ കൺസെപ്റ്റ് ഓഫ് LASS ഹൈലൈറ്റിംഗ് ദി റോൾ ഓഫ് അഡൾട്ട് ചൈൽഡ് ഇൻറ്ററാക്ഷൻ ഇൻ ലാംഗ്വേജ് ലേണിംഗ്. അപ്പോൾ ലാംഗ്വേജ് ലേണിംഗ് സമയത്ത് നമ്മുടെ അഡൾട്ടിൻ്റെയും ആ കുട്ടിയുടെയും ഒരു ഇൻറ്ററാക്ഷൻ്റെ റോളാണ് ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് പറയുന്നത് കേട്ടോ. ദിസ് സപ്പോർട്ട് സിസ്റ്റം പ്രൊവൈഡ്സ് ടെമ്പററി സ്കഫോൾഡിംഗ് ടു ഹെൽപ്പ് ചിൽഡ്രൻ ഡെവലപ്പ് ലാംഗ്വേജ് സ്കിൽസ്. അപ്പോൾ ഈ ഒരു സപ്പോർട്ട് സിസ്റ്റം എന്തിനാണ് സഹായിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഇത് കുട്ടികൾക്ക് ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ലാംഗ്വേജ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ കൊടുക്കുന്ന ഒരു ടെമ്പററി ആയിട്ട് കൊടുക്കുന്ന ഒരു സ്കഫോൾഡിങ്, ഒരു കൈത്താങ്ങാണ് ഈ ഒരു സപ്പോർട്ടിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കുന്നു, ഇവിടെ അഡൾട്ട് ചിൽഡ്രൻ ഇൻറ്ററാക്ഷൻ, ദാറ്റ് മീൻസ് അവിടെ എന്താണ്, അവിടെ സോഷ്യൽ ഇൻറ്ററാക്ഷൻ ആണ് വരുന്നത് അല്ലേ. സോ നോക്കൂ, ബ്രൂണർ സ്ട്രെസ്സസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് സോഷ്യൽ ഇൻറ്ററാക്ഷൻ ഇൻ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ്. നമ്മുടെ ക്വസ്റ്റ്യന് ചോദിച്ച കാര്യം അല്ലേ. അപ്പോൾ ബ്രൂണർ എന്ത് ചെയ്യുന്നുണ്ട്, ലാംഗ്വേജ് ലേണിംഗ് അല്ലെ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റിൽ സോഷ്യൽ ഇൻട്രാക്ഷന് ഇദ്ദേഹം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അലൈനിങ് വിത്ത് പ്രിൻസിപ്പിൾസ് ഓഫ് കൾച്ചറൽ സൈക്കോളജി. അപ്പോൾ കൾച്ചറൽ സൈക്കോളജിയുടെ ഒരു ആശയവുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ പ്രിൻസിപ്പിൾസുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇദ്ദേഹം സോഷ്യൽ ഇൻട്രാക്ഷന് ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഹി ബിലീവ്സ് ദാറ്റ് കോണ്ടെക്സ്റ്റ് ആൻഡ് സോഷ്യൽ എക്സ്പീരിയൻസ് ഷേപ്പ് ലിംഗ്വിസ്റ്റിക് അണ്ടർസ്റ്റാൻഡ്. അതായത് ഈ പറഞ്ഞ പോലെ ഈ ഒരു കൾച്ചറൽ സൈക്കോളജിയുടെ പ്രിൻസിപ്പിൾസ് മനസ്സിലാക്കിക്കൊണ്ട് ഈ സോഷ്യൽ എക്സ്പീരിയൻസസ് എല്ലാം തന്നെ ലിംഗ്വിസ്റ്റിക് അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് ലാംഗ്വേജ് അണ്ടർസ്റ്റാൻഡിങ്ങിന് ഹെൽപ്പ് ചെയ്യും എന്ന രീതിയിലാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ സോഷ്യൽ ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻറ്റ് ഫാക്ടറായിട്ട് നമ്മുടെ ബ്രൂണർ കണക്കാക്കുന്നുണ്ട് ഫോർ ദി ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ ലാംഗ്വേജ് ലേണിങ്ങിന്. ക്ലിയർ ആയോ? ഓക്കെ, അതുകൊണ്ടാണ് ഈ നോം ചോംസ്കിയുടെ ലാംഗ്വേജ് ഡെവലപ്മെൻറ്റും ബ്രൂണർ ആ ലാംഗ്വേജുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് രണ്ടും ഓപ്ഷൻസിൽ വരാൻ കാരണം. ക്ലിയർ ആയല്ലോ അല്ലേ. അപ്പോൾ ഒന്നും രണ്ടും ശരിയാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ഒരു സംഭവം കൺഫ്യൂസ്ഡ് ആക്കുന്നത് കൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു പോയത് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റിനോട്ട് പോവുകയാണെങ്കിൽ ഫൈൻഡ് ദ ഓഡ് വൺ ഫ്രം ദ ഫോളോയിങ്. താഴെ കൊടുത്തിരിക്കുന്നവരിൽ നിന്നും വ്യത്യസ്തമായതിനെ കണ്ടെത്തുക. ലോ ഓഫ് ക്ലോഷർ, ലോ ഓഫ് റെഡിനെസ്, ലോ ഓഫ് എക്സസൈസ്, ലോ ഓഫ് ഇഫക്റ്റ്, സമ്പൂർണ്ണ നിയമം, സന്നദ്ധതാ നിയമം, അഭ്യാസ നിയമം, ഫല നിയമം. ഏതാണ് ഓഡ് വൺ? ഇത് എല്ലാവർക്കും അറിയാമോ, ലോ ഓഫ് ക്ലോഷർ ആണ് അല്ലേ.
സമ്പൂർണ്ണ നിയമമാണ്. അപ്പോൾ ബാക്കി ലോ ഓഫ് റെഡിനെസ്സും ലോ ഓഫ് എക്സസൈസും ലോ ഓഫ് ഇഫക്റ്റ് എല്ലാം എന്താണ് നമ്മുടെ തൊണ്ടേക്കിൻ്റെ ലോസ് ഓഫ് ലേണിങ്ങിൽ വരുന്നതാണ്. ദ ലോ ഓഫ് ക്ലോഷർ എന്നൊക്കെ പറയുന്നത് ഏതാണ് നമ്മുടെ ഗസ്റ്റാൾഡ് സൈക്കോളജിയുമായിട്ട് വരുന്നതാണ് അല്ലേ. പ്രിൻസിപ്പിൾസ് ഓഫ് ഗസ്റ്റാൾഡ് സൈക്കോളജിയിൽ വരുന്നതാണ് ഈ ലോ ഓഫ് ക്ലോഷർ എന്ന് പറയുന്നത്. ബാക്കിയെല്ലാം എന്താണ് തൊണ്ടേക്കിൻ്റെ ലോസ് ഓഫ് ലേണിങ്ങിൽ വരുന്നതാണ്. അപ്പോൾ സമ്പൂർണ്ണ നിയമമാണ് റൈറ്റ് ആൻസർ ഫോർ ഓഡ് വൺ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവുകയാണേ. തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഇതും സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പാണ്, ശ്രദ്ധിച്ച് വായിക്കുക കേട്ടോ. 4 സ്റ്റേറ്റ്മെൻറ്റ്സ് റിലേറ്റഡ് ടു ചിൽഡ്രൻസ് ഇമോഷൻസ് ആർ ഗിവൺ ബിലോ. കുട്ടികളുടെ വികാരവുമായി ബന്ധപ്പെട്ട 4 പ്രസ്താവനകൾ ചുവടെ ചേർക്കുന്നു. ചിൽഡ്രൻസ് ഇമോഷൻസ് ആർ ട്രാൻസിറ്ററി. കുട്ടികളുടെ വികാരങ്ങൾ ക്ഷണഭങ്കുരമാണ്. ദെൻ ചിൽഡ്രൻസ് ഇമോഷൻസ് ആർ മോർ എക്സ്പ്രസീവ്. കുട്ടികളുടെ വികാരങ്ങൾ കൂടുതൽ സ്പഷ്ടമാണ്. ദെൻ ചിൽഡ്രൻസ് ഇമോഷൻസ് ആർ നോട്ട് ഫ്രീക്വൻറ്റ്. കുട്ടികളുടെ വികാരങ്ങൾ അടിക്കടി ഉണ്ടാവുന്നവയല്ല. ചിൽഡ്രൻസ് ഇമോഷൻസ് ആർ ഇൻറ്റൻസ് ദാൻ അഡൾട്ട്സ്. മുതിർന്നവരുടെ വികാരങ്ങളെ അപേക്ഷിച്ച് കുട്ടികളുടെ വികാരങ്ങൾ കൂടുതൽ തീഷ്ണമാണ് എന്നാണ് ഓപ്ഷൻസിൽ തന്നേക്കുന്നത്. ദെൻ സെലക്ട് ദ ട്രൂ ഓപ്ഷൻ. ശരിയായവ തിരഞ്ഞെടുക്കുക. അപ്പോൾ തന്നത് 4 സ്റ്റേറ്റ്മെൻറ്റ് ശരിയായവ തിരഞ്ഞെടുക്കുക കേട്ടോ. 1, 2, 3, 4, 1, 2, 4, 2, 3, 4, 1, 3, 4. അപ്പോൾ ഏതായിരിക്കും ഒന്ന് മനസ്സിരുത്തി ഒന്ന് വായിച്ചിട്ട് ആൻസറിലോട്ട് എത്തുക. ആൻസർ പറയട്ടെ. ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ. 1, 2, 4 ശരി. അപ്പോൾ നമുക്കറിയാം ചിൽഡ്രൻസ് ഇമോഷൻസ് ആർ ട്രാൻസിറ്ററി. അപ്പോൾ ട്രാൻസിറ്ററി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിലനിൽക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ സ്ഥിരമല്ലാത്ത എന്നൊരു മീനിങ് ആണല്ലോ. അപ്പോൾ ശരിയാണ്, കുട്ടികളുടെ ഇമോഷൻസ് എന്താണ് സ്ഥിരമല്ലാത്തൊരു സംഭവമാണ്. സോ അത് ശരിയായിട്ട് നമുക്ക് പറയാം. ദെൻ ചിൽഡ്രൻസ് ഇമോഷൻസ് ആർ മോർ എക്സ്പ്രസീവ്. അപ്പോൾ കുട്ടികളുടെ വികാരങ്ങൾ കൂടുതൽ സ്പഷ്ടമാണ്. ശരിയാണ്, ഒരു കൂടുതൽ എക്സ്പ്രസീവ് ആയിട്ട് അവർ കാണിക്കാറുണ്ട് അല്ലേ. സോ നമുക്ക് അതും ശരിയാണെന്ന് പറയാം. ദെൻ ചിൽഡ്രൻസ് ഇമോഷൻസ് ആർ നോട്ട് ഫ്രീക്വൻറ്റ്. കുട്ടികളുടെ വികാരങ്ങൾ അടിക്കടി ഉണ്ടാവുന്നവയല്ല. നമുക്കങ്ങനെ പറയാൻ പറ്റും അല്ല, കാരണം കുട്ടികളുടെ ഇമോഷൻസ് എപ്പോഴും എങ്ങനെയാണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. സോ അടിക്കടി ഉണ്ടാവുന്നതാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. സോ ഓപ്ഷൻ നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് 3ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് വരില്ല. ദെൻ ചിൽഡ്രൻസ് ഇമോഷൻസ് ആർ ഇൻറ്റൻസ് ദെൻ അഡൾട്ട്സ്. അപ്പോൾ മുതിർന്നവരുടെ വികാരങ്ങളെ അപേക്ഷിച്ച് കുട്ടികളുടെ വികാരങ്ങൾ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഇൻറ്റൻസ് ആയിട്ടുള്ള സംഭവമാണ് അല്ലേ. അതും എന്താണ് ശരി. അപ്പോൾ 1, 2, 4 ശരിയായിട്ട് വരുന്നത് ഓപ്ഷൻ. ഓക്കെ ആണല്ലോ. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. കിട്ടിയല്ലോ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റിനോട്ട് പോവുകയാണ്. IEDC സ്റ്റാൻഡ്സ് ഫോർ. അപ്പോൾ ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇൻറ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ ഫോർ ഡിസേബിൾഡ് ചിൽഡ്രൻ, ഇൻറ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ ഓഫ് ഡിസേബിൾഡ്, ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ഓഫ് ഡിസേബിൾഡ് ചിൽഡ്രൻ, ഇൻറ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ ഓഫ് ഡിഫറെൻ്റ്ലി ഏബിൾഡ് ചിൽഡ്രൻ ഇൻ ഇന്ത്യ, ഇൻറ്റഗ്രേറ്റഡ് എൻവയോൺമെൻറ്റ് ഫോർ ഡിസേബിൾഡ് ചിൽഡ്രൻ. അപ്പോൾ IEDC എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫുൾ ഫോം എന്താണ്? IEDCയുടെ ഫുൾ ഫോം എന്ന് പറയാം. ഡയറക്റ്റ് പഠിച്ചു വെച്ചേക്കുക. ഇൻറ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ ഓഫ് ഡിസേബിൾഡ് ചിൽഡ്രൻ എന്നുള്ളതാണ്. ഓക്കെ ആണല്ലോ. ഇനി 5ാമത്തെ, വിച്ച് ഏജ് ഈസ് നോൺ ആസ് ടോയ് ഏജ്. ടോയ് ഏജ് എന്നറിയപ്പെടുന്ന ഏജ് ഏതാണ്? ഇത് നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ഏത് പ്രായത്തിലാണ് ടോയ് ഏജ് എന്ന് വിളിക്കുന്നത്? അഡോളസൻസ്, ഏർലി ചൈൽഡ്ഹുഡ്, ലേറ്റർ ചൈൽഡ്ഹുഡ്, മിഡിൽ ചൈൽഡ്ഹുഡ്. ഏതാണ് വരിക? അപ്പോൾ നമ്മുടെ ഏർലി ചൈൽഡ്ഹുഡാണ്, ആദ്യ കാല ബാല്യത്തിനെയാണ് നമ്മൾ എന്ത് പറയുക? ഏർലി ചൈൽഡ്ഹുഡിനെയാണ് നമ്മൾ ടോയ് ഏജ് എന്ന് പറയുന്നത്, വിശേഷിപ്പിക്കുന്നത്. കിട്ടിയല്ലോ. ഇനി അടുത്തത് നോക്കാം. റാപ്പിഡ് ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് ഹാപ്പൻസ് ഡ്യൂറിങ്. അപ്പോൾ ദൃഢഗതിയിലുള്ള ശാരീരിക വികാസം സംഭവിക്കുന്നത് അപ്പോൾ ഏത് സമയത്താണ്? യങ് അഡൾട്ട്ഹുഡാണോ, ചൈൽഡ്ഹുഡാണോ, അഡൾട്ട്ഹുഡാണോ, ഇൻഫാൻസി ആണോ, എന്താണ് യൗവന കാലഘട്ടത്താണോ, കുട്ടിക്കാലത്താണോ, മുതിർന്ന പ്രായത്തിലാണോ, ശൈശവ കാലത്തിലാണോ? അപ്പോൾ ഏതായിരിക്കും നമുക്ക് റാപ്പിഡ്, ഇതൊക്കെ നമ്മൾ പഠിച്ചത് തന്നെയാണ്. റാപ്പിഡ് ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഏത് സമയത്ത്? അത് ഇൻഫാൻസിയിലാണ് കേട്ടോ. അപ്പോൾ ശൈശവകാലം അല്ലെങ്കിൽ ഇൻഫാൻസിയിലാണ് വരുന്നത്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിച്ചിട്ട് ആൻസർ ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ എല്ലാം തന്നെ നമ്മുടെ സിലബസ് ബേസ്ഡ് ക്ലാസ്സിലെല്ലാം തന്നെ ഈ ഒരു ടോപ്പിക് വെച്ച് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ എല്ലാം നമ്മൾ ക്ലാസ്സിൽ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ചിന്നു ഹു വാസ് ജമ്പിങ് ഫ്രം സ്കിപ്പിംഗ് റോപ്പ് വാസ് ഗിവൻ ക്ലാപ്സ് ബൈ ഹർ ഫ്രണ്ട്സ് ഫോർ ദ കണ്ടിന്യൂസ് ആൻഡ് സക്സസ്ഫുൾ കംപ്ലീഷൻ ഓഫ് ഈച്ച് ഓഫ് ഹേഴ്സ് 10 സ്കിപ്സ്. ദിസ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ വിച്ച് ടൈപ്പ് ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റ്. സ്കിപ്പിംഗ് റോപ്പ് ഉപയോഗിച്ച് ചാടിക്കൊണ്ടിരിക്കുന്ന ചിന്നുവിന് തുടർച്ചയായും നിരന്തരവുമായും പൂർത്തിയാക്കുന്ന ഓരോ 10ാമത്തെ ചാട്ടത്തിനും ചിന്നുവിൻ്റെ കൂട്ടുകാർ കയ്യടി നൽകി പ്രോത്സാഹിപ്പിക്കുന്നു. ഇത് എന്ത് തരം റീഇൻഫോഴ്സ്മെൻറ്റിന് ഉദാഹരണമാണ്? ഫിക്സഡ് ഇൻ്റർവൽ റീഇൻഫോഴ്സ്മെൻറ്റ് ഷെഡ്യൂൾ, നിശ്ചിത ഇടവേള പ്രബലന പദ്ധതി. ദെൻ വേരിയബിൾ റീഇൻഫോഴ്സ്മെൻറ്റ് ഇൻ്റർവൽ റീഇൻഫോഴ്സ്മെൻറ്റ് ഷെഡ്യൂൾ, അസ്ഥിര ഇടവേള പ്രബലന പദ്ധതി. ദെൻ ഫിക്സഡ് റേഷ്യോ റീഇൻഫോഴ്സ്മെൻറ്റ് ഷെഡ്യൂൾ, നിശ്ചിത അനുപാത പ്രബലന പദ്ധതി. വേരിയബിൾ റേഷ്യോ റീഇൻഫോഴ്സ്മെൻറ്റ് ഷെഡ്യൂൾ, അസ്ഥിര പ്രതികരണ പ്രബലന
പദ്ധതി. അപ്പോൾ ഇത് നമ്മുടെ സ്കിന്നറുടെ തിയറി പറഞ്ഞപ്പോൾ ഇതെല്ലാം ഞാൻ നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തൊരു സംഭവം തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനലിൽ തന്നെ നിങ്ങൾ തിയറി പാർട്ട് നോക്കുക. നമ്മൾ എല്ലാ തിയറി പാർട്ടും ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു പോയിന്റ് പോലും വിട്ടു പോകാത്ത രീതിയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ 7ാമത്തേതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ. ഫിക്സഡ് റേഷ്യോ റീഇൻഫോഴ്സ്മെൻറ്റ് ഷെഡ്യൂൾ, നിശ്ചിത അനുപാത പ്രബലന പദ്ധതി. അപ്പോൾ ഇത് കുറച്ച് പേർക്കെങ്കിലും അറിയാത്ത സംഭവമായിരിക്കും അല്ലേ. അപ്പോൾ നമ്മുടെ ക്ലാസ് കണ്ടവർക്കാണെങ്കിലും സംഭവം പിടികിട്ടിയിട്ടുണ്ടാകും, ആൻസറിലോട്ട് എത്താൻ പറ്റിയിട്ടുണ്ടാകും. അപ്പോൾ എന്തായാലും ഞാൻ ഒന്നും കൂടി ഒരു സംഭവം ഒന്ന് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ നമുക്ക് ഷെഡ്യൂൾസ് ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റ്, അത് നമ്മുടെ സ്കിന്നറുടെ ഒരു കോൺട്രിബ്യൂഷൻ ആണെന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഷെഡ്യൂൾസ് ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയുന്ന കൺസെപ്റ്റ്. അപ്പോൾ ഈ ഷെഡ്യൂൾ ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ദ ടേം ഷെഡ്യൂൾസ് ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റ് റെഫേഴ്സ് ടു ദ ടൈംഡ് പ്ലാനിങ് അക്കോർഡിംഗ് ടു വിച്ച് റീഇൻഫോഴ്സേഴ്സ് ഫോളോ ദ റെസ്പോൺസ്. അപ്പോൾ എങ്ങനെ റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കണം, സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇത്രയുള്ളൂ, എങ്ങനെ റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കണം, ആ ഒരു ടൈം പ്ലാൻ എങ്ങനെയായിരിക്കണം എന്നുള്ള കാര്യം പറയുന്നതാണ് ഈ ഷെഡ്യൂൾ ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്കിന്നർ പുട്ട് ഫോർവേഡ് ദ ഐഡിയ ഓഫ് പ്ലാനിങ് ഓഫ് ഷെഡ്യൂൾസ് ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റ് ഫോർ കണ്ടീഷനിങ് ദി ഒപ്പാറൻറ്റ് ബിഹേവിയർ ഓഫ് ദ ഓർഗാനിസം. ഒരു ഓർഗാനിസത്തിൻ്റെ ഒപ്പാറൻറ്റ് ബിഹേവിയറിനെ കണ്ടീഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഈ പറഞ്ഞ പോലെ ഒരു ഷെഡ്യൂൾസ് ഓഫ് റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയുന്ന ഐഡിയ കൊണ്ടുവരുന്നത്. അപ്പോൾ ഇത് ആരുടെ ഐഡിയ എന്നുള്ള കാര്യം ഒന്ന് ഓർത്ത് വെച്ചേക്കുക, സ്കിന്നറുടെയാണ്. അപ്പോൾ ഇദ്ദേഹം ഒരു 4 ടൈപ്പ് റീഇൻഫോഴ്സ്മെൻറ്റിനെ കുറിച്ചാണ്, ഷെഡ്യൂളിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റാണ് കണ്ടിന്യൂസ് റീഇൻഫോഴ്സ്മെൻറ്റ് ഷെഡ്യൂൾ. അപ്പോൾ തുടർച്ചയായിട്ട് നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചതാണല്ലേ, അതായത് നമ്മുടെ ക്വസ്റ്റ്യൻ ഇതിലില്ല, പക്ഷേ അങ്ങനത്തെ ഒരു റീഇൻഫോഴ്സ്മെൻറ്റും കൂടി ഉണ്ട്. അപ്പോൾ തുടർച്ചയായിട്ടുള്ള ഒരു റീഇൻഫോഴ്സ്മെൻറ്റ് ഷെഡ്യൂളാണ്. അപ്പോൾ ഇത് വെച്ച് കഴിഞ്ഞാൽ കണ്ടിന്യൂസ് റീഇൻഫോഴ്സ്മെൻറ്റ് ഷെഡ്യൂൾ വെച്ച് കഴിഞ്ഞാൽ ഇൻ ദിസ് പ്രൊവിഷൻ ഈസ് മെയ്ഡ് ടു റീഇൻഫോഴ്സ് റിവാർഡ് എവറി കറക്റ്റ് ആൻസർ ഓഫ് ദ ഓർഗാനിസം ഡ്യൂറിംഗ്. അപ്പോൾ നമ്മൾ ലേണിംഗ് പ്രോസസ്സിലാണെന്ന് വിചാരിക്കുക. അപ്പോൾ എവറി കറക്റ്റ് ആൻസർ, ഒരു കുട്ടി എല്ലാ കറക്റ്റ് ആൻസറും പറയുന്ന സമയത്ത് നമ്മൾ ആ കുട്ടിക്ക് ഒരു റിവാർഡ് അല്ലെങ്കിൽ റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് കണ്ടിന്യൂസ് റീഇൻഫോഴ്സ്മെൻറ്റ് ഷെഡ്യൂൾ എന്ന് പറയുന്നത്. തുടർച്ചയായിട്ടുള്ള റീഇൻഫോഴ്സ്മെൻറ്റ് പ്രബലന പദ്ധതി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇൻ ക്ലാസ് റൂം സിറ്റുവേഷൻ a student may be rewarded for every correct answer in the form of prize or approval. അപ്പോൾ നമ്മുടെ ക്ലാസ് റൂം ലേണിംഗ് സമയത്ത് അല്ലെങ്കിൽ ക്ലാസ് റൂം ടീച്ചിങ് ലേണിംഗ് സമയത്ത് ഓരോരോ കറക്റ്റ് ആൻസർ, കുട്ടികൾ പറയുന്ന ഓരോരോ കറക്റ്റ് ആൻസർ നമ്മൾ എന്തെങ്കിലും ഒരു അപ്രൂവ്, ക്ലാപ്പ് ചെയ്യുക അല്ലെങ്കിൽ വെരി ഗുഡ് പറയുക, അങ്ങനെ നമ്മൾ എന്തെങ്കിലും റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുമല്ലോ, അതിനെയാണ് പറയുന്നത് കണ്ടിന്യൂസ് റീഇൻഫോഴ്സ്മെൻറ്റ് ഷെഡ്യൂൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഓർക്കുക, ഫോർ എവറി കറക്റ്റ് ആൻസർ, എല്ലാ കറക്റ്റ് ആൻസറിനും ഒരു റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുക, അത്രയേ ഉള്ളൂ. ഇനി അടുത്ത് നോക്കൂ, ഫിക്സഡ് ഇൻ്റർവൽ റീഇൻഫോഴ്സ്മെൻറ്റ് ഷെഡ്യൂൾ. അപ്പോൾ നമ്മൾ ഓപ്ഷനിൽ പറഞ്ഞിട്ടുണ്ടാവില്ല ഫിക്സഡ് ഇൻ്റർവൽ റീഇൻഫോഴ്സ്മെൻറ്റ് ഷെഡ്യൂൾ എന്നുള്ളത് അല്ലേ. ഇതാ നോക്കൂ, നിശ്ചിത ഇടവേള പ്രബലന പദ്ധതി എന്താ നമുക്ക് നോക്കാം. ഫിക്സഡ് ഇൻ ദിസ് ദ ഓർഗാനിസം ഈസ് റിവാർഡഡ് ഓൺലി ആഫ്റ്റർ എ ഫിക്സഡ് ഇൻ്റർവെൽ ഓഫ് ടൈം. ഒരു പ്രത്യേക ഇൻ്റർവെൽ ഓഫ് ടൈമിന് ശേഷം മാത്രം എന്ത് ചെയ്യുന്നു, റിവാർഡ് കൊടുക്കുന്നു അല്ലെങ്കിൽ റീഇൻഫോഴ്സ്മെൻറ്റ് ചെയ്യുന്നു. അതാണ് ഫിക്സഡ് ഇൻ്റർവെൽ റീഇൻഫോഴ്സ്മെൻറ്റ് ഷെഡ്യൂൾ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണ്, ഇൻ നമ്മൾ അനിമൽ ട്രെയിനിങ് ചെയ്യുന്ന സമയത്തൊക്കെ അത് ട്രെയിനർ മേ റീഇൻഫോഴ്സ് ദ റെസ്പോൺസ് ഓഫ് ദ അനിമൽ ആഫ്റ്റർ എവറി 5 minutes ബൈ പ്രൊവൈഡിങ് സം ഫുഡ്. അപ്പോൾ എല്ലാ 5 മിനിറ്റ് ശേഷവും നമ്മളൊരു ഡോഗിനോ അല്ലെങ്കിൽ എന്തെങ്കിലും അനിമലിനൊക്കെ ട്രെയിൻ ചെയ്യുന്ന സമയത്ത് എല്ലാ 5 മിനിറ്റ് ശേഷം ആ ഡോഗിന് ഒരു റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന നിലയ്ക്ക് കുറച്ച് ഫുഡ് നൽകുന്നു. ഫോർ എവറി 5 minutes. പ്രത്യേകം എന്താണ്, ഫിക്സഡ് ഇൻ്റർവൽ ഓഫ് ടൈം വെക്കുകയാണ്. എല്ലാ 5 മിനിറ്റ് ശേഷം അല്ലെങ്കിൽ ഓരോ 5 മിനിറ്റ് ശേഷം മാത്രം എന്ത് ചെയ്യുന്നു, ഒരു റീഇൻഫോഴ്സ്മെൻറ്റ് നിലയ്ക്ക് കുറച്ച് ഫുഡ് കൊടുക്കുന്നു. ദാറ്റ് മീൻസ് അവിടെ എന്താണ്, ഒരു ഫിക്സഡ് എന്ത് ചെയ്യുന്നു, ഓൺലി ആഫ്റ്റർ ഫിക്സഡ് ഇൻ്റർവൽ ഓഫ് ടൈം, ഒരു പ്രത്യേക ഒരു ഫിക്സ് ചെയ്ത ഒരു ഇൻ്റർവൽ ഓഫ് ടൈമിന് ശേഷം മാത്രം റിവാർഡ് റീഇൻഫോഴ്സ്മെൻറ്റ് ചെയ്യുവാണെങ്കിൽ അത് നമ്മൾ എന്ത് പറയും, ഫിക്സഡ് റീഇൻഫോഴ്സ്മെൻറ്റ് ഇൻ്റർവൽ, ഫിക്സഡ് ഇൻ്റർവൽ റീഇൻഫോഴ്സ്മെൻറ്റ് ഷെഡ്യൂൾ എന്ന് പറയും. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത് ഫിക്സഡ് റേഷ്യോ, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. അപ്പോൾ ഇൻ്റർവൽ ഓഫ് ടൈം ആണ് ഇവിടെ ഇൻ്റർവൽ എന്ന് ഓർക്കുക. പ്രത്യേക ടൈമിന് ശേഷം ഒരു റിവാർഡ് കൊടുക്കുകയാണെങ്കിൽ അതിന് നമ്മൾ ഫിക്സഡ് ഇൻ്റർവൽ എന്ന് പറയും. ഫിക്സഡ് റേഷ്യോ എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിൽ ദ റീഇൻഫോഴ്സ്മെൻറ്റ് ഈസ് ഗിവൺ ആഫ്റ്റർ എ ഫിക്സഡ് നമ്പർ ഓഫ് കറക്റ്റ് റെസ്പോൺസസ്. അപ്പോൾ ഇത്ര നമ്പർ ഓഫ് കറക്റ്റ് റെസ്പോൺസസ് ശേഷം മാത്രം എന്ത് ചെയ്യുന്നു, റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കണം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇൻ ക്ലാസ് റൂം ക്യൂസ് എ പാർട്ടിസിപ്പൻറ്റ് മേ ബി റിവാർഡഡ് വിത്ത് എ പെൻസിൽ ആഫ്റ്റർ എവറി കറക്റ്റ് ആൻസർ. അപ്പോൾ ഒരു പാർട്ടിസിപ്പൻ്റ് ഒരു ക്വിസ് കോമ്പറ്റീഷൻ വിചാരിക്കുക കേട്ടോ. അപ്പോൾ ഒരു ക്ലാസ് റൂമിൽ ക്വിസ് കോമ്പറ്റീഷൻ നടക്കുകയാണ്. അപ്പോൾ എല്ലാ 5 കറക്റ്റ് ആൻസർ, ശ്രദ്ധിക്കുക, എവറി 5 കറക്റ്റ് ആൻസർ, ഒരു ഫിക്സഡ് നമ്പർ ഓഫ് കറക്റ്റ് റെസ്പോൺസിന് ശേഷം എന്ത് ചെയ്യുന്നു, അങ്ങനെ കറക്റ്റായിട്ട് 5
5 ചോദ്യങ്ങൾ കറക്റ്റായിട്ട് ആൻസർ ചെയ്യുവാണെങ്കിൽ ആ കുട്ടിക്കൊരു പെൻസിൽ നമ്മൾ കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ നോക്കൂ, 5 ചോദ്യം അല്ലെങ്കിൽ 5 ആൻസർ കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രം എന്ത് ചെയ്യുന്നു, ഒരു പെൻസിൽ കൊടുക്കുന്നു. ഒരു ഫിക്സഡ് നമ്പർ പറയണം ഇവിടെ അല്ലേ, ഒരു കറക്റ്റ് റെസ്പോൺസസ് അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു റിവാർഡ് കൊടുക്കുകയാണെങ്കിൽ അതിന് ഈ പറയുന്ന പേരാണ് എന്ത് പറയുക, ഫിക്സഡ് റേഷ്യോ. ഒരു റേഷ്യോ ഉണ്ടല്ലോ 5:2 അല്ലെങ്കിൽ അങ്ങനെ ഒരു റേഷ്യോയിൽ പറയുന്നത് കൊണ്ടാണ് അവിടെ എന്ത് ചെയ്യുന്നത്, അത് ഫിക്സഡ് റേഷ്യോ റീഇൻഫോഴ്സ്മെൻറ്റ് ഷെഡ്യൂൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ നോക്കി ഇവിടെ 10 അല്ലേ, സ്കിപ്പിംഗ് റോപ്പ് ഉപയോഗിച്ച് ചാടിക്കൊണ്ടിരിക്കുന്ന ചിന്നുവിന് തുടർച്ചയായും നിരന്തരമായും പൂർത്തിയാക്കുന്ന ഓരോ 10ാമത്തെ ചാട്ടത്തിനും ചിന്നു 10 എവറി 10 സ്കിപ്സ്. അപ്പോൾ 10 സ്കിപ്പ് കറക്റ്റായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് കുട്ടി 10 പ്രാവശ്യം സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു, ഫ്രണ്ട്സ് ക്ലാപ്പ് ചെയ്യുന്നു. ഓക്കെ, 10 കറക്റ്റ് ഒരു നമ്പർ അല്ല, ഫിക്സഡ് നമ്പർ. അതുകൊണ്ടാണ് ഇവിടെ ആൻസർ എന്നത് ഫിക്സഡ് റേഷ്യോ റീഇൻഫോഴ്സ്മെൻറ്റ് ഷെഡ്യൂൾ ആയത്. ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇനി ഒന്നുകൂടി ഉണ്ട് കേട്ടോ, വേരിയബിൾ റീഇൻഫോഴ്സ്മെൻറ്റ് ഷെഡ്യൂൾ. മേ ബി നിങ്ങൾക്ക് അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ പറഞ്ഞ ഓപ്ഷനിൽ തരാത്തതും ഈ തന്നതൊക്കെ നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇതും കൂടി പഠിച്ചു വെച്ചേക്കുക, വേരിയബിൾ റീഇൻഫോഴ്സ്മെൻറ്റ് ഷെഡ്യൂൾ. അപ്പോൾ നോക്കുക, ഇതിൽ വെച്ച് കഴിഞ്ഞാൽ വെൻ റീഇൻഫോഴ്സ്മെൻറ്റ് ഈസ് ഗിവൺ അറ്റ് വേരിയിങ് ഇൻ്റർവെൽസ് ഓഫ് ടൈം ഓർ വേരിയിങ് നമ്പർ ഓഫ് റെസ്പോൺസസ്. അപ്പോൾ നമ്മൾ ആ പേര് പോലെ തന്നെ, അതായത് പ്രത്യേകിച്ച് ടൈമൊന്നുമില്ല, എന്ത് ചെയ്യുന്നു, അതായത് നമ്മൾ ഒരു ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ് വെച്ച് പറയുകയാണെങ്കിൽ ടീച്ചർക്ക് കുട്ടിക്ക് റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുമെന്ന് തോന്നുമ്പോൾ എന്ത് ചെയ്യുന്നു, ആ സമയത്ത് റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുന്നു. അപ്പോൾ പ്രത്യേകിച്ചൊരു ഫിക്സഡ് ഇൻ്റർവൽ ഓഫ് ടൈമും ഇല്ല, അല്ലെങ്കിൽ ഇത്ര റെസ്പോൺസിന് ശേഷം എന്തിങ്ങനെ ഒന്നും ഇല്ലാതെ തന്നെ നമ്മൾ റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുകയാണ് നമ്മൾ എന്ത് പറയുന്നത്, വേരിയബിൾ റീഇൻഫോഴ്സ്മെൻറ്റ് ഷെഡ്യൂൾ എന്ന് പറയും. അപ്പോൾ ഈ ക്ലാസ് റൂമിലാണ് ടീച്ചർ മേ ഗിവ് കോംപ്ലിമെൻറ്റ്സ് ടു പീപ്പിൾസ് ഒക്കേഷണലി വെൻ ഹി ഫീൽസ് സോ. അപ്പോൾ ടീച്ചർക്ക് തോന്നുമ്പോൾ ഇപ്പോൾ ഓക്കെ കുട്ടി കറക്റ്റ് ആൻസർ പറഞ്ഞു, ശരി എന്നാൽ ഗുഡ് ക്ലാപ്പ് എന്ന രീതിയിൽ നമ്മൾ പ്രത്യേകിച്ച് ഒരു ടൈമോ ഇൻ്റർവെല്ലോ കറക്റ്റ് ഇത്ര റെസ്പോൺസ് ഇങ്ങനെ ഒരു കണക്കും ഇല്ലാതെ തന്നെ ടീച്ചർക്ക് എപ്പോഴാണോ ഫീൽ ചെയ്യുന്നത് അപ്പോൾ ആ സമയത്ത് ടീച്ചർ എന്ത് ചെയ്യുന്നു, ഒരു കോംപ്ലിമെൻ്റ് എന്ന നിലയ്ക്ക് എന്തെങ്കിലും ഒരു റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുന്നു കേട്ടോ. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, വേരിയബിൾ റീഇൻഫോഴ്സ്മെൻറ്റ് ഷെഡ്യൂൾ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ. അപ്പോൾ കണ്ടിന്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു, എവറി കറക്റ്റ് റെസ്പോൺസിന് എന്ത് ചെയ്യുന്നു, ഒരു റീഇൻഫോഴ്സ്മെൻറ്റ് ഫോർ എവറി കറക്റ്റ് ആൻസറിനും നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കണം. അത് കണ്ടിന്യൂസ് എന്ന് പറയാം. ദെൻ ഫിക്സഡ് ഇൻ്റർവെൽ എന്ന് പറയുമ്പോൾ ഓർക്ക് ഓൺലി ആഫ്റ്റർ ഫിക്സഡ് ഇൻ്റർവെൽ ഓഫ് ടൈം, ഒരു പ്രത്യേക ടൈം, ഒരു 5 മിനിറ്റിന് ശേഷം അങ്ങനെ ഒരു ടൈം, ഒരു കറക്റ്റ് ഒരു ടൈം ഇൻ്റർവെൽ വെക്കുകയാണെങ്കിൽ നമ്മൾ അത് എന്ന് പറയാം ഫിക്സഡ് ഇൻ്റർവെൽ റീഇൻഫോഴ്സ്മെൻറ്റ് ഷെഡ്യൂൾ എന്ന് പറയാം. ദെൻ ഫിക്സഡ് റേഷ്യോ എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കുക, the reinforcement is given after a fixed number of correct answer. അപ്പോൾ എല്ലാ 5 കറക്റ്റ് ആൻസറിനും ഒരു കുട്ടിക്ക് ഒരു പേനയോ പെൻസിലോ കൊടുക്കുന്നു എന്ന് കറക്റ്റ് ഒരു ഫിക്സഡ് നമ്പർ ഓഫ് കറക്റ്റ് റെസ്പോൺസിന് ശേഷം റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയും, ഫിക്സഡ് റേഷ്യോ എന്ന് പറയും. ദെൻ വേരിയബിൾ, പ്രത്യേകിച്ച് ഒന്നുമില്ല, തോന്നുമ്പോൾ എന്ന രീതിയിൽ ടീച്ചർക്ക് എപ്പോഴാണോ തോന്നുന്നത് അപ്പോൾ ടീച്ചർക്ക് റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കണം എന്ന് തോന്നുന്ന സമയത്ത് കൊടുക്കുന്നു. പ്രത്യേകിച്ച് ഒരു ടൈം ഇൻ്റർവെല്ലോ പ്രത്യേകിച്ച് കറക്റ്റ് നമ്പർ ഓഫ് റെസ്പോൺസോ ഒന്നും ഇല്ലാതെയാണെങ്കിൽ നമ്മൾ എന്ത് പറയും, അതിന് വേരിയിങ് അല്ലെങ്കിൽ വേരിയബിൾ റീഇൻഫോഴ്സ്മെൻറ്റ് ഷെഡ്യൂൾ എന്ന് പറയും. ക്ലിയർ ആയില്ല. അപ്പോൾ ഇത് കുറച്ച് പേർക്കും അറിയില്ല എന്ന് കരുതിയാണ്, ചിലപ്പോൾ മേ ബി ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടാവാറില്ല, അതുകൊണ്ട് നമ്മുടെ ക്ലാസ്സിൽ ചെയ്തു. ഇനി അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു പോയത് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റിനോട്ട് പോവാണേ. അറേഞ്ച് ദ ഫസ്റ്റ് 4 സ്റ്റേജസ് ഓഫ് മോറൽ ഡെവലപ്മെൻറ്റ് ഗിവൺ ബൈ കോൾബർഗ് ഇൻ കറക്റ്റ് സീക്വൻഷ്യൽ ഓർഡർ. അപ്പോൾ കോൾബർഗിൻ്റെ ധാർമ്മിക വികസന സിദ്ധാന്തത്തിലെ ആദ്യ 4 ഘട്ടങ്ങളെ ശരിയായ ക്രമത്തിൽ എഴുതുക. അപ്പോൾ നോക്കൂ, സോഷ്യൽ ഓർഡർ മെയിൻറ്റനിങ് ഓറിയൻറ്റേഷൻ, പണിഷ്മെൻറ്റ് ഒബീഡിയൻസ് ഓറിയൻറ്റേഷൻ, ഗുഡ് ബോയ് ഗുഡ് ഗേൾ ഓറിയൻറ്റേഷൻ, ഇൻസ്ട്രുമെൻറ്റൽ പേർപ്പസ് ഓറിയൻറ്റേഷൻ. അപ്പോൾ ഇതിന് കറക്റ്റ് ഓർഡറിലാണ് കേട്ടോ. അപ്പോൾ ഇത് ഏതായിരിക്കും വരിക? അപ്പോൾ കോൾബർഗിൻ്റെ തിയറി എല്ലാവർക്കും അറിയാം അല്ലേ. അപ്പോൾ ഇത് നിങ്ങൾക്ക് അത്ര കൺഫ്യൂസ്ഡ് ആക്കുന്ന ഒരു ക്വസ്റ്റ്യൻ അല്ല. ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ ബി ആണ് അല്ലേ. അപ്പോൾ ആദ്യം രണ്ടാമത്തെ പണിഷ്മെൻറ്റും ഒബീഡിയൻസ് ഓറിയൻറ്റേഷൻ, അല്ലെങ്കിൽ ശിക്ഷയും അനുസരണവും എന്നുള്ളതാണ് നമുക്ക് ഫസ്റ്റ് ആയിട്ട് വരുന്നത് അല്ലേ, കറക്റ്റ് ഓർഡറിൽ വരുന്നത്. അതിനുശേഷം എന്താണ് ഇൻസ്ട്രുമെൻറ്റൽ പർപ്പസ് ഓറിയൻറ്റേഷൻ അല്ലെങ്കിൽ പ്രായോഗികമായ ആപേക്ഷികത്വം എന്ന് പറയുന്നത് രണ്ടാമതായിട്ട് വരും. ദെൻ മൂന്നാമത്തതാണ് എന്താ പറയുക, ഗുഡ് ബോയ് ഗുഡ് ഗേൾ ഓറിയൻറ്റേഷൻ എന്ന് പറയുന്നത് അല്ലേ, 3. ദെൻ അതിനുശേഷമാണ് ലാസ്റ്റ് സോഷ്യൽ ഓർഡർ മെയിൻറ്റനിങ് ഓറിയൻറ്റേഷൻ, നിയമ സുസ്ഥിതി പരിപാലനം എന്ന് പറയുന്നത് നമ്മൾ നെക്സ്റ്റ് ലെവലിലാണ് വരുന്നത് അല്ലേ. അപ്പോൾ 2, 4, 3, 1 എന്ന് പറയുന്ന ഓർഡറാണ് 2, 4, 3, 1. അപ്പോൾ അത് അറിയാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഒരു ചാർട്ട് ഒന്ന് നോക്കി പോവാം കേട്ടോ. പണിഷ്മെൻറ്റ് ഓറിയൻറ്റേഷൻ, ദെൻ ഇൻസ്ട്രുമെൻറ്റൽ, അതിനുശേഷമാണ് ഗുഡ് ബോയ് ഗുഡ് ഗേൾ, ദെൻ ലാസ്റ്റാണ് സോഷ്യൽ കോൺട്രാക്ട് ഓറിയൻറ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ചെറുതായിട്ടൊക്കെ അങ്ങനെ പേര് ചെറിയ വ്യത്യാസം ഉണ്ടാകുന്ന കാര്യമാക്കണ്ട കേട്ടോ. അപ്പോൾ കൺസെപ്റ്റ് മാത്രം മനസ്സിലാക്കി വെച്ചാൽ മതി. ഇനി ഇതിൽ നമ്മുടെ
ക്വസ്റ്റ്യൻ പേപ്പറിൽ 8 കഴിഞ്ഞാൽ പിന്നെ 9ാമത്തെ ക്വസ്റ്റ്യൻ അത് ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തതാണ്, റോങ് ക്വസ്റ്റ്യൻ ആയിരുന്നു. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനോട്ട് 10ാമത്തെ ചോദ്യത്തിലോട്ട് പോകാം കേട്ടോ. ക്വസ്റ്റ്യൻ നോക്കാം. സിനോ found a boy studying in Bama public school wearing red shoes. He also found that 5 other students of the same school are wearing red shoes. Then he came to the conclusion that all students in the Bama school wear red shoes. അത് Bama public സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടി ചുവന്ന ഷൂ ധരിച്ചതായി സിനോബ് കണ്ടു. പിന്നീട് അതേ സ്കൂളിലെ 5 കുട്ടികൾ കൂടി ചുവന്ന ഷൂസ് ധരിച്ചതായിട്ട് അവൻ കണ്ടു. ബാമ സ്കൂളിലെ കുട്ടികൾ എല്ലാവരും ചുവന്ന ഷൂസ് ധരിക്കുന്നവരാണ് എന്ന നിഗമനത്തിൽ എത്തി. ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഫോർ. ഇത് ഏതിനുള്ള ഉദാഹരണമാണ്? ഇൻഡക്റ്റീവ് റീസണിങ് ആഗമന യുക്തി, ക്രിയേറ്റീവ് തിങ്കിങ് ക്രിയാത്മക ചിന്ത, ഡിഡക്റ്റീവ് റീസണിങ് നിഗമന യുക്തി, ദെൻ ക്രിട്ടിക്കൽ തിങ്കിങ് വിമർശനാത്മക ചിന്ത എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഏതാണ് വരിക? അപ്പോൾ ഓപ്ഷൻസ് ശ്രദ്ധിച്ചിട്ട് വായിച്ചിട്ട് ഒന്നും കൂടി ആപ്ലിക്കേഷനിലെ ക്വസ്റ്റ്യൻ എന്നാൽ നിങ്ങൾക്ക് ആൻസറിലോട്ട് എത്താൻ പറ്റുന്നതേ ഉള്ളൂ. ഒന്നും കൂടി വായിച്ചിട്ട് ആൻസറിലോട്ട് എത്തുക. ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? 10ാമത്തെ ആൻസർ ഓപ്ഷൻ എ ആണ് അല്ലേ, ഇൻഡക്റ്റീവ് റീസണിങ് ആണ് അല്ലെ, ആഗമന യുക്തിയാണ്. അപ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, കേറ്ററ്റിൻ്റെ തന്നെ സൈക്കോളജിയുടെയും അതുപോലെ തന്നെ ജനറൽ ഇംഗ്ലീഷ് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുന്നത് 30 മാർക്ക് ജനറൽ ഇംഗ്ലീഷിൻ്റെയും അതുപോലെ തന്നെ 30 മാർക്ക് ജനറൽ മലയാളം ഒക്കെ ഉണ്ട് ലാംഗ്വേജ്. സോ ഇതിൻ്റെ എല്ലാം തന്നെ മോഡൽ എക്സാം പേപ്പർ ഒരു സെറ്റ്, അത് 3 സെറ്റ് സൈക്കോളജിയും നമുക്കറിയാം, ഇതുപോലെ തന്നെ ഇംഗ്ലീഷിലും മലയാളത്തിലുമുള്ള സൈക്കോളജിയുടെ 3 സെറ്റ് സൈക്കോളജിയുടെ ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ 3 സെറ്റ് ജനറൽ ഇംഗ്ലീഷും 3 സെറ്റ് ജനറൽ മലയാളം അടങ്ങിയ ഒരു മോഡൽ എക്സാം സെറ്റ് അവൈലബിൾ ആണ്. അപ്പോൾ വേണ്ടവർ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോട്ട് ഒന്ന് വാട്സാപ്പ് ചെയ്യുക കേട്ടോ. 7907406007 അല്ലെങ്കിൽ 7907202518 എന്ന നമ്പറിലോട്ടൊന്ന് വാട്സാപ്പ് ചെയ്താൽ മതി. ചെറിയൊരു പേയ്മെൻറ്റ് വരുന്നുണ്ട്, 89 റുപ്പീസാണ് അതിൻ്റെ പേയ്മെൻ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് മുമ്പ് ഒരു മോഡൽ എക്സാം സെറ്റ് ഇതുപോലെ നമ്മുടെ സൈക്കോളജിയും ബാക്കി നമ്മുടെ ജനറൽ പേപ്പേഴ്സ് ആയിട്ടുള്ള ജനറൽ ഇംഗ്ലീഷും ജനറൽ മലയാളം എല്ലാം ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാൻ വേണ്ടി വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വെച്ചിട്ടുള്ള സെറ്റ് തന്നെയാണ്, നമ്മുടെ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എല്ലാം വെച്ചിട്ടുള്ള നമ്മുടെ എക്സാം മോഡൽ എക്സാം സെറ്റാണ്. അപ്പോൾ വേണ്ടവരൊന്ന് സ്ക്രീൻ കാർഡ് നമ്പറിലോട്ടൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ഒരു ക്വസ്റ്റ്യനോട്ട് പോവുകയാണേ. അപ്പോൾ നമുക്കറിയാം ഇൻഡക്റ്റീവ് റീസണിങ് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഒരു ഇൻവോൾവിങ് മേക്കിംഗ് എ ജനറൽ കൺക്ലൂഷൻ ബേസ്ഡ് ഓൺ സ്പെസിഫിക് ഒബ്സർവേഷൻ. ഇപ്പോൾ സ്പെസിഫിക് ഒബ്സർവേഷനിൽ നിന്നും നമ്മളൊരു ജനറൽ കൺക്ലൂഷനിലോട്ട് എത്തുകയാണ് നമ്മൾ എന്ന് പറയും ഇൻഡക്റ്റീവ് റീസണിങ് എന്ന് പറയും. ദെൻ ഡിഡക്റ്റീവ് റീസണിങ് എന്ന് പറയുമ്പോൾ നമ്മൾ DGP എന്ന് പഠിച്ചിട്ടുണ്ടാവും അല്ലേ. ജനറലിൽ നിന്നും പെർട്ടിക്കുലറിലോട്ട് പോവുകയാണ് നമ്മൾ എന്താണ് ഡിഡക്റ്റീവ് റീസണിങ് എന്ന് പറയും. ക്രിയേറ്റീവ് തിങ്കിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ന്യൂ ഐഡിയാസ് അല്ലെങ്കിൽ ജനറേറ്റിംഗ് ന്യൂ സൊല്യൂഷൻസ് എല്ലാം വരും, നമ്മൾ ക്രിയേറ്റീവ് തിങ്കിങ് എന്ന് പറയും. അവിടെ നമ്മുടെ ഡൈവേർജൻറ്റ് തിങ്കിങ് എല്ലാം നമ്മുടെ ക്രിയേറ്റിവിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട സംഭവമാണ്. ദെൻ ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയുമ്പോൾ എന്താണ്? കാര്യം നല്ല അനലൈസ് ചെയ്തിട്ട് ഒരു ജഡ്ജ്മെൻറ്റിലോട്ട് എത്തുന്നതാണ് ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയുന്നത്. ഇൻവോൾവ്സ് അനലൈസിങ് ഇൻഫോർമേഷൻ ഒബ്ജക്റ്റീവ്ലി ആൻഡ് മേക്കിംഗ് എ ജഡ്ജ്മെൻറ്റ് ആണ് ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന് പറയുന്നത്. സോ ഇതൊന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. അപ്പോൾ നമ്മുടെ ഒരു ക്വസ്റ്റ്യനിൽ നോക്കൂ. ബാമ പബ്ലിക് സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടി ചുവന്ന ഷൂ ധരിച്ചതായി സിനോബ് കണ്ടു. പിന്നീട് അതേ സ്കൂളിൽ 5 കുട്ടി, ഇപ്പോൾ ഓരോ മീൻസ് 5 പെർട്ടിക്കുലർ കുട്ടികളെ കണ്ട് മനസ്സിലാക്കുകയാണ്. എല്ലാവരും എന്താണ് ആ 5 കുട്ടികൾ എന്താണ് ഈ പറഞ്ഞ പോലെ റെഡ് ഷൂസ് ആണ് ധരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ കുട്ടി എന്ത് കൺക്ലൂഷനിൽ എത്തുകയാണ്? ഓൾ ദ സ്റ്റുഡൻസ് ഇൻ ബാമ സ്കൂൾ വിയർ റെഡ് ഷൂസ് അല്ലേ. ബാമ സ്കൂളിലെ കുട്ടികൾ എല്ലാവരും ചുവന്ന ഷൂസ് ധരിക്കുന്നവരാണ് എന്ന നിഗമനത്തിലെത്തി. എങ്ങനെയാണ് ഈ ഒരു നിഗമനത്തിൽ കുട്ടി എത്തിയത്? ഈ പറഞ്ഞ 5 പെർട്ടിക്കുലർ 5 കുട്ടികളെ കണ്ടിട്ടാണ് അല്ലേ എന്തിലേക്ക് എത്തുന്നത്? ഈ ഒരു ജനറലൈസേഷനിലോട്ട് എത്തുന്നത്. ദാറ്റ് മീൻസ് അവിടെ എന്താണ് പെർട്ടിക്കുലർ ടു ജനറൽ എന്ന സംഭവമാണ് വരുന്നത് അല്ലേ. ദാറ്റ് മീൻസ് അല്ലെങ്കിൽ നമ്മൾ സ്പെസിഫിക് ആയിട്ട് ഒബ്സർവ് ചെയ്തു 5 കുട്ടികളെ സ്പെസിഫിക് ആയിട്ട് നോക്കി മനസ്സിലാക്കിയ ശേഷമാണ് ഒരു ജനറൽ കൺക്ലൂഷനിലോട്ട് എത്തുന്നത്. ദാറ്റ് ഈസ് അവിടെ എന്ത് തിങ്കിങ് എന്ന് പറയാം നമുക്ക്, അല്ലെങ്കിൽ ഏത് ടൈപ്പ് റീസണിങ് ആണത്? ഇൻഡക്റ്റീവ് റീസണിങ് ആണ്. ഓക്കെ ആണല്ലോ. ഇനി നമ്മുടെ 10ാമത്തെ ചോദ്യത്തിലോട്ട് പോവുകയാണ്. ഹൂ പ്രപ്പോസ്ഡ് SOI മോഡൽ ഓഫ് ഇൻ്റലിജൻസ്? ബുദ്ധിശക്തിയുടെ SOI മാതൃക അവതരിപ്പിച്ചത് ആര്? ഗാർണർ, തേഴ്സ്റ്റൺ, സ്പിയർമാൻ, ഗിൽഫോർഡ്. ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് അല്ലേ. നമുക്ക് SOI മോഡൽ സ്ട്രക്ചർ ഓഫ് ഇൻ്റലക്റ്റ് മോഡൽ ഓഫ് ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് ബൈ ഗിൽഫോർഡ് ആണ് അല്ലേ. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. അപ്പോൾ തിയറീസും അതിൻ്റെ പേരും ഏത് വേണം നമുക്ക് ചോദിക്കാം അല്ലേ. അപ്പോൾ അതൊക്കെ നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് മനസ്സിലാക്കുന്ന സംഭവമാണ്. മൊനാർക്കിക് തിയറി, യൂണിറ്ററി തിയറി, ട്രയാർക്കിക് തിയറി നമ്മൾ തിയറി ഓഫ് ഇൻ്റലിജൻസ് പറയുമ്പോൾ. അപ്പോൾ ട്രയാർക്കിക് തിയറി എന്ന് പറയുമ്പോൾ റോബർട്ട് ജെ സ്റ്റേൺബർഗിൻ്റെയാണ്. ദെൻ 2 ഫാക്ടർ തിയറി അല്ലെങ്കിൽ അതായത് സ്പിയർമാൻ്റെ ആണ്. ദെൻ ഗിൽഫോർഡിൻ്റെ ആണ്. സ്ട്രക്ചർ ഓഫ് ഇൻ്റലക്റ്റ് അല്ലെങ്കിൽ SOI മോഡൽ എന്ന് പറയുന്നത് ഗിൽഫോർഡിൻ്റെ ആണ്. ദെൻ മൾട്ടി ഫാക്ടർ തിയറി അല്ലെങ്കിൽ അനാർക്കിക് തിയറി ഉണ്ട്.
പ്രൈമറി മെൻറ്റൽ എബിലിറ്റീസ് അത് തേഴ്സ്റ്റൻ്റെ ആണ്. ദെൻ ഏറ്റവും ഫേമസ് നമുക്കറിയാം മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് തിയറി ഗാർഡനറി ആണ്. ദെൻ ക്രിസ്റ്റലൈസ്ഡ് ആൻഡ് ഫ്ലൂയിഡ് ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് റൈമൺ കാറ്റിൽഡെ ആണ്. അപ്പോൾ ഇത്രയും തിയറീസ് നമുക്കുണ്ട്. അപ്പോൾ ഇതിൻ്റെ പേരുകളൊക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്കുക കേട്ടോ. അപ്പോൾ നമ്മളിന്ന് 10 ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി, കുഞ്ഞു മോക്ക് ടെസ്റ്റിൽ എത്ര മാർക്ക് കിട്ടി എന്നുള്ള കാര്യം കമൻറ്റ് ചെയ്യുക. ഇതുപോലെ സെഷൻസ് നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. എന്നാൽ നമുക്ക് ഇതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവുന്ന ക്വസ്റ്റ്യൻസിൻ്റെ എക്സ്പ്ലനേഷൻ ഞാൻ കൂടെ തന്നെ തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ മാർക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ക്ലാസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ദെൻ പ്ലേലിസ്റ്റ് നോക്കുക. ഏതെങ്കിലും ടോപ്പിക്ക് നിങ്ങൾ അറിയാത്തതുണ്ടെങ്കിൽ പ്ലേലിസ്റ്റ് നോക്കിയിട്ട് ആ ടോപ്പിക്ക് കണ്ടെത്തി പഠിച്ച് നല്ല രീതിയിൽ എക്സാം ഇനി വേണ്ടി പ്രിപ്പയർ ചെയ്യുക. കീപ്പ് വാച്ചിങ്. താങ്ക് യു.